ഹായ് ഹലോ, വെൽക്കം ടു സം റിയാക്ഷൻസ്. അപ്പൊ ഇന്ന് നമ്മള് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫിലിം ഇന്ത്യൻ 2. താത്ത വരാറ്. അതിനും എനിക്കൊരു സാധനം കാണിക്കണ്ട. അതാണ് ആ സിനിമയുടെ റിവ്യൂ. പറയുന്നതിൽ വളരെ വിഷമമുണ്ട്, ഇങ്ങനെ ആവുന്നു. വളരെ വിഷമുണ്ട് പറയുന്നതില്. പക്ഷെ എന്തിന് ഇതുപോലെ ഇത്രയും വലിയ ബഡ്ജറ്റിലും ഇത്രയും ഒരുക്കങ്ങൾ എത്രയോ വർഷം അതിന്റെ ഇടയിൽ ആരൊക്കെ മരിച്ചും പോയി. ആ ക്രെയിനും വീണ് പാവം ആരൊക്കെ ആ സിനിമ ചെയ്യണതിന്റെ ഇടയിൽ. എന്നിട്ടൊരു എന്റെ പൊന്നെ, കംബാക്ക് ഇന്ത്യ വെറുതെ പറഞ്ഞത്. നോ കംബാക്ക്. ആ സിനിമയുടെ, ആ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ പേര് കളഞ്ഞ് കുളിച്ച് നശിപ്പിച്ച് നാറാണക്കല് എടുപ്പിച്ചിട്ടുണ്ട്. ശങ്കർ ചതിച്ചാശാനി എന്ന് പറഞ്ഞ പോലെ ഉണ്ട്, ജോഷി ചതിച്ചാശാനി എന്ന് പറഞ്ഞ പോലെ. അല്ല, ഇനിയും സഹിക്കാൻ പറ്റത്തല്ല. ഇനിയും ഞാനൊരു വലിയ സംവിധായകനാണ്. എനിക്ക് ഭയങ്കര കമ്പലിംഗ് പവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോർഡിനേഷൻ, എത്ര ഫണ്ട് വേണമെങ്കിലും ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു പൊട്ട കഥ അല്ലെങ്കിൽ പൊട്ട തിരക്കഥേനെ എടുത്തിട്ട് നമ്മള് രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്നു. അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ സീറോ ഗ്രാവിറ്റി പരീക്ഷണം നടത്താൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ആളെ ചെയ്യിപ്പിക്കാം. അല്ല, കാശുണ്ടെങ്കിൽ സാധാരണ തെങ്ങമ്മയാണ് ആൾക്കാർ കയറാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബുർജ് ഖലീഫാമ കയറാം. അപ്പൊ അതെങ്ങനെ ഷൂട്ട് ചെയ്യും? ഒരു 8 ഹെലികോപ്റ്റർ വിളിക്കാം. കാശുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട തിരക്കഥ വെറുതെ ഇങ്ങനെ കുറെ ഷൂട്ട് ചെയ്ത് വെച്ചാ ഇതാവുന്നാണ് ശങ്കറിന്റെ വിചാരം തോന്നണ അല്ലെ? പാട്ടിന്റെ വിഷ്വലൊക്കെ നല്ല രസമായിരുന്നു. അപ്പൊ ഞങ്ങള് തന്നെ വഴി പറയായിരുന്നു, ആ വിഷ്വൽസ് ഒക്കെ ചേർത്തിട്ട് പാട്ടിന്റെ മാത്രം ഒരു ആൽബമായിട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അതിനും പാട്ടുകൾ അത്ര ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഈ പാട്ട് ചെയ്യണ നേരം അങ്ങനത്തെ ഒരു 100 പാട്ടിന്റെ ആൽബം ഇറക്കിയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. വേണ്ട, ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്നിട്ട് പാവപ്പെട്ടവരും തമിഴ്നാട്ടുകാരെ മണ്ടന്മാരാക്കിയേക്ക. മണ്ടനാണോ തമിഴ്നാട്ടുകാര്? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു സമൂഹത്തിന് മുഴുവൻ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, അതെങ്ങനെയാ? എല്ലാ സ്ഥലത്തുള്ള മണ്ടന്മാരെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. ഇത് എന്ത് പൊട്ടത്തിറക്കി കാണിച്ചുകൊണ്ടിരിക്കണത്? ഒരാള് വരാൻ വേണ്ടിട്ട് എല്ലാരും കൂടി വെറുതെ ഒരു ടിറ്റ് ചെയ്യുമ്പോ എല്ലാരും കൂടി ടിറ്റ് ചെയ്യാൻ, ഒരാൾ പോകാൻ പറയുമ്പോ എല്ലാരും കൂടി അപ്പൊ തന്നെ. അതായത് ഒരു ലോജിക്കില്ലാത്ത പടമായിക്കോട്ടെ, മേക്ക് ബിലീഫ് ആയിക്കോട്ടെ, തോന്നിപ്പിക്കട്ടെ. പക്ഷെ ഇതെന്താ പൊട്ടന്മാരാണ് ആൾക്കാര്. അല്ലെങ്കിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോജിക്കലല്ലാത്ത പൊട്ടത്തരങ്ങൾ കാണിക്കുക. എന്തിനു കമലഹാസൻ ഈ സിനിമയില്? അറിയാൻ പാടില്ലാണ് ചോദിക്കുക, അത് എന്തിനു കമലഹാസൻ ഈ സിനിമയില്? കമലഹാസന് വരെ വേറെ വല്ലവരും പോരെ ഈ സിനിമയില്? ഏതെങ്കിലും ഒരു ആളെടുത്തിട്ട് കുറെ മേക്കപ്പ് ഇട്ട് കൊണ്ടുവന്നാ പോരെ? മ്യൂസിക്കും അതെ, ഒരു തരത്തിൽ എനിക്ക് ആകെ ഒരു മെയിൻ മ്യൂസിക് ആ കപ്പലേറിപ്പോയാച്ചിന്റെ ഇടയിൽ വരുന്ന മ്യൂസിക് ഇന്ത്യനിലെ ആ മ്യൂസിക് എടുത്ത് സ്ലോ ആക്കിയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് അനിരുദ്ധ്. പിന്നെ വേറെ എന്തോ ഒരു തീം സോങ്ങിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു രസമായിട്ട് തോന്നിയത്. ബാക്കിയുള്ളതൊക്കെ ഒരു മെസ്സേജും പാസ് ചെയ്യുന്നില്ല ഈ സിനിമ. മെസ്സേജ് അല്ല, ആൾക്കാർ ഇന്ത്യ മുന്നേറണം എന്നുണ്ടെങ്കിൽ സയന്റിഫിക് ടെമ്പർ വെച്ചിട്ടുള്ള സ്യൂഡോ അല്ലാത്ത കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വളർച്ച വന്നാൽ മാത്രമാണ് ഇന്ത്യ മെച്ചപ്പെടുള്ളൂ. അല്ലാതെ ലഞ്ച് എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തില് ലഞ്ച് എടുത്ത് കളയണമെന്ന് ഒരു സൈഡിൽ പറയുമ്പോ കൊച്ചിനും മിണ്ടാൻ പറ്റാത്ത കാരണം 10,000 പടി അമ്പലത്തില് കേറിയോണ്ടാണ് കൊച്ചുണ്ടായെന്ന് പറയുന്ന ഒരു മണ്ടൻ പൊളിറ്റിക്സ് ഇപ്പുറത്ത് കൊണ്ട് തിരികെ കയറ്റി വെച്ചിട്ട് ഇപ്പുറത്ത് അഴിമതിയാണ് എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? ജനതയുടെ സമൂഹത്തിന്റെ ചിന്താഗതി മാറ്റിയാലല്ലേ ജനത കൈക്കൂലി കൊടുക്കണ നിർത്തുള്ളൂ. അല്ലാതെ കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരെ
എല്ലാരും പിടിച്ച് കൊല്ലാനും അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത ആൾക്കാരെ ജോലി കിട്ടാനായിട്ട് 8 ലക്ഷം രൂപ കൊടുക്കാം, 2 മാസം 10,000 രൂപ ശമ്പളം, എന്നിട്ട് ആ പൈസ ഫുള്ള് എടുത്തോളാൻ ലോൺ എടുത്തിട്ട് അങ്ങനല്ല. അല്ല ശരിക്കും പറയണം, അതായത് 8 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത ജോലി കിട്ടും ഒരു സ്കൂളിൽ ടീച്ചറായിട്ട്. അപ്പൊ ഇവര് പറയും ഞങ്ങളുടെ ബാക്കി തരാനില്ല എന്ന് പറയുമ്പോ ഈ പെണ്ണെന്നെ പറയാണ് ഒരു കാര്യം ചെയ്യും, എനിക്ക് ജോലി തന്നിട്ട് ആ ശമ്പളം മുഴുവൻ നിങ്ങൾ എടുത്ത് അത് തീർത്തോളാൻ. പിന്നെ ജോലിക്ക് പോകണം. അതായത് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും കാര്യങ്ങളൊക്കെ വളർത്തി വലുതാക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന് ഉന്നതമാവണ. ഇപ്പൊ വിദ്യാഭ്യാസം കൊടുത്ത് ആ വിദ്യാഭ്യാസം എന്ത് തരത്തിലാണ് കൊടുക്കണെന്നും കൂടി ഉണ്ട്. ഒരു വിദ്യാഭ്യാസം കൊടുത്തു, പക്ഷെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും മനസ്സിലാക്കി കൊണ്ടുപോകാതെ എന്ത് വന്നാലും പൊട്ടത്തരം എന്തൊക്കെയാ വർക്ക് ചെയ്യാത്തോണ്ടാണല്ലോ മറ്റേ നിങ്ങളുടെ പാരന്റ്സിനെയും വീട്ടിലകത്തുള്ളവരെയും നോക്കാൻ പറഞ്ഞപ്പോ ഈ പിള്ളേര് വേഗം പോയി അച്ഛന്റെ വീഡിയോ എടുക്കാൻ പോയത്. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സമൂഹം ലോജിക്കലായിട്ട് ചിന്തിക്കണ്ടേ? അതായത് ഒരു സമൂഹം ഇതുപോലെ അതിന്റെ ഉള്ളിൽ കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിനോട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറയുമ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരെ ക്യാമറ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പോലീസിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും ആ സമൂഹം അങ്ങനെ കൂടി കളഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മൾ തന്നെ ആയിരിക്കും ഒറ്റപ്പെടാൻ. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിയില്ലാത്ത സമൂഹം ഒന്നല്ലല്ലോ അവര്. എന്റെ അച്ഛനെ അഴിമതിക്കാരെന്ന് പറഞ്ഞിട്ട് ജയിലിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവാന്ന് ആ മകൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്ത് ഉന്നമനത്തിന് വേണ്ടിട്ട് നടക്കണം. അവൻ പ്രെഡിക്റ്റ് ചെയ്യണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ഒരു കാര്യം ചെയ്യാൻ. കഥയും ഇതായിട്ടൊന്നും പറയാനില്ല. വളരെ മോശം സിനിമയാണ്, വേറെ ഒന്നും പറയാനില്ല. മനുഷ്യന്റെ സമയം കളഞ്ഞു, കാശ് കളഞ്ഞു, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാശില്ല. ഇപ്പൊ ഒരു സിനിമ കാണാൻ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,500 രൂപ ചെലവാണ്. ആ 1,500 രൂപ ചെലവാക്കി നമ്മൾ ആ സിനിമയ്ക്ക് കാണാൻ പോകുമ്പോ എന്തെങ്കിലും ശങ്കറിന്റെ സിനിമയിൽ എന്തെങ്കിലും കാണാനെങ്കിലും എന്നുള്ള പറയാം. പക്ഷെ ഇത് ഒരു തരത്തിലും ക്ലൈമാക്സ് ഒക്കെ മനുഷ്യനെ പറ്റിച്ച പോലെയുണ്ട് ക്ലൈമാക്സ് ഒക്കെ. അതായത് അല്ല അങ്ങനല്ല, അത് നടത്തലല്ല ഞാൻ പറഞ്ഞത്. സിനിമ നടക്കാതിരിക്കുക നടന്ന് ബാറ്റ്മാനും സൂപ്പർമാനും നടക്കണ കാര്യമില്ലല്ലോ. നമുക്ക് ഇൻട്രസ്റ്റ് ആവണത് അതൊരു മേക്ക് ബിലീഫ് നടത്തണോണ്ടാണ്. ഞാൻ പറഞ്ഞതല്ല, ക്ലൈമാക്സ് നമ്മളെന്താ പൊട്ടനാക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അവർക്ക് തേടിന്റെ കുറെ ഫൂട്ടേജ് അവരെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കണവനോട് ഒറ്റയടിക്ക് നിർത്തിയിട്ട് പറയാ ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. എന്നിട്ട് ഇന്ത്യൻ 3 ഒരു ടീസർ പോലത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ ട്രെയിലർ പോലത്തെ ഒരു പരിപാടി കട്ടും കാണിച്ചു തരാം. എങ്ങോട്ടായി കാണിക്കണെന്ന് മനസ്സിലാവണില്ല. ഇനി ആ സിനിമ ഇറങ്ങിയാൽ തന്നെ എന്തിട്ട അവസ്ഥ എനിക്ക് തോന്നണില്ല. പാട്ടുകളാണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് പാട്ടുകൾ തന്നെയായിരുന്നു എല്ലാം. SJ സൂര്യനെ കാണാന്ന് വിചാരിച്ചിരുന്നിട്ട് എനിക്ക് ത്രീലായിരിക്കും കൂടുതൽ. ട്രെയിലർ കണ്ടപ്പോ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ട്രെയിലർ വന്നപ്പോ നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു പ്രശ്നം തന്നെയാണ് സിനിമയ്ക്കും. കുറച്ച് നല്ല ഷോട്ടുകൾ മാത്രം ആ ട്രെയിലറിലെല്ലാം പറക്കി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കമലഹാസന്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിന് വരെ കമലഹാസന്റെ അപരാധം എന്ന് പറയേണ്ടി വരും. കമലഹാസൻ ഈ കുറെ മേക്കപ്പും പ്രോസ്തറ്റിക് മേക്കപ്പും ഇട്ടിട്ട് എന്തൊരു കഷ്ടാണ്. അതും കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് വളരെ ശോകമായിട്ട് തോന്നി പല സ്ഥലങ്ങളിലും. പിന്നെ സമുദ്രക്കനിയുടെ ട്വിസ്റ്റ് നമ്മളാദ്യം കുറച്ച് സിനിമ കണ്ടു കഴിഞ്ഞ് മനസ്സിലായി കഴിഞ്ഞപ്പോ എല്ലാരും പലതരത്തിലുള്ള സിനിമകൾ കാണുന്നവരാണ്. ആദ്യം തന്നെ അവന്റെ അച്ഛൻ, അതായത് നായകന്റെ ഫാദർ അഴിമതിക്കാരനല്ല, മറ്റുള്ള കൂടെ നിൽക്കണ എല്ലാരും വീട്ടുകാർ മൊത്തം അഴിമതിക്കാര്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത് ട്വിസ്റ്റ് എവിടെ ഇരിക്കാൻ പോണെന്ന്. അച്ഛൻ അഴിമതിക്കാരനാകുമ്പോ വെമ്പുന്ന മകന്റെ മനസ്സ് എന്നിട്ട് ഇത് എങ്ങനെ സാധിക്കണോ? ഒരു പൊട്ട സ്ക്രിപ്റ്റും ആ പൊട്ട സ്ക്രിപ്റ്റിന്റെ വിഷ്വലൈസേഷൻ, ചില സ്ഥലത്തൊക്കെ നമുക്ക് കോമഡി ഷോ, ചില സ്ഥലത്തൊക്കെ സീരിയസ് ആയിട്ട് കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഇപ്പൊ ഈ അഴിമതിയും പാവങ്ങളെ സഹായിക്കണമെന്ന് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വീണ്ടും ഒരു വട്ടം കൂടി റിലീസ് ചെയ്തിട്ട് ഈ രണ്ടാമത് എടുത്ത കാശ് വെച്ചിട്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേന്ന് കറക്റ്റ് ഇപ്പോഴാണ് നമുക്ക് തോന്നാം. മറ്റേ ചിലരൊക്കെ ബെൻസൊക്കെ വാങ്ങിച്ചെന്ന് പറയുമ്പോ കമന്റ് ചെയ്യില്ലേ, നിങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തോടെ എന്നൊക്കെ ചോദിക്കില്ല. അതുപോലെ ഇന്ത്യക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കായിരുന്നില്ലേ? അനാവശ്യ സിനിമയായി പോയി. ദയവ് ചെയ്ത്
നോ കം ബാക്ക് ഇന്ത്യൻ. അതെ, വേറെ ഒന്നും പറയാനില്ല ഈ സിനിമനെ കുറിച്ച്. ഇതിൽ ഇനിയും കംബാക്ക് ഇന്ത്യ എന്നുള്ള ഹാഷ്ടാഗ് ഇടും. അതെ, ഈ സിനിമേനെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു അനാവശ്യമായിട്ടുള്ള, ഈ സിനിമയുടെ ബഡ്ജറ്റ് കൊണ്ട് വേറെ നല്ല സിനിമ, നല്ല 100 സിനിമ ഇന്ത്യനെ പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന 100 സിനിമ ചെയ്യായിരുന്നു ഈ ബഡ്ജറ്റ്. അയ്യോ, കഴിവുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഇതുപോലത്തെ വാണം സിനിമകള് എടുത്തു കൂട്ടുന്നത് വളരെ ദ്രോഹപരമായിരിക്കും. ഇപ്പൊ ഞാൻ നാളെ ഒരു സിനിമ ചെയ്യുമ്പോ പൊട്ടപ്പടാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അല്ല, ഇപ്പൊ നല്ലൊരു ഡയറക്ടറും ഞാനൊരു സിനിമ ചെയ്യുന്നു, നടനും വന്നു കഴിഞ്ഞാൽ വിറ്റ് പോകുന്ന വിചാരം. അതായത് ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുന്നു, ഞാൻ സിനിമ ചെയ്യുമ്പോ ആ സിനിമ നല്ലതാണ് പൊട്ടയാണെങ്കിൽ ആ സാധനം സിനിമ പൊട്ടിപ്പോവും. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വർഷത്തെ പ്രിപ്പറേഷനിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ ആറ്റം സാധനങ്ങൾ ചെയ്യുമ്പോ ഭയങ്കര കഷ്ടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. ഇപ്പൊ ഒരു പുതിയ സംവിധായകൻ വന്നിട്ട് ഇപ്പൊ ആദിപുരുഷ സിനിമ, കാർട്ടൂൺ, എല്ലാ പരിപാടികളും കാര്യങ്ങളായിട്ട് വന്ന് ഉടഞ്ഞ് നശിച്ചു പോയൊരു സിനിമയുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ അറ്റംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ആൾക്കാരാണ്. ഇവർക്ക് അറിഞ്ഞൂടെ ഇങ്ങനത്തെ ബ്ലണ്ടർ സാധനങ്ങളൊക്കെ അടിച്ച്. അതും ശങ്കറിന്റെ സിനിമയായിട്ട് തോന്നിയില്ലേ, കുറച്ച് സ്ഥലത്ത് കുറെ കാശ് എറിഞ്ഞിട്ട് കുറെ സ്വർണത്തിന്റെ കളറും വാരിപ്പൂശി അല്ലെങ്കിൽ കുറച്ച് റോൾസ് റോയ്സ് ഇട്ടുള്ള കുറച്ച് സീനുകൾ. അതായത് ഡയറക്ടർക്ക് നല്ല കമ്പലിംഗ് പവറോ അല്ലെങ്കിൽ നല്ല മാർക്കറ്റോ അറിയുന്ന അല്ലെങ്കിൽ നല്ല പേരും സെലിബ്രിറ്റി സ്റ്റാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും പറഞ്ഞാലും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും നടത്തി കൊടുക്കുന്ന വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വെറുതെ കാണിച്ചു കൂട്ടി വെച്ചാണ് ഒരു ഫീല് പോലെ തോന്നി. അപ്പോൾ ഒരു സിനിമ ഇത്രയും മോശമായിട്ട് പറയേണ്ട വന്നത് ആ സിനിമയുടെ ഒരു നിലവാരം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടവർക്ക് കാണാം. അല്ല, ഇങ്ങനത്തെ വലിയ സിനിമ വരുമ്പോ അത് പ്രേക്ഷകർക്ക് എക്സ്പെക്ടേഷൻസ് കൊടുക്കൂലോ. എക്സ്പെക്ടേഷന് മാത്രല്ല, നമ്മള് കാശ് കൊടുക്കുന്നുണ്ടല്ലോ. ഈ വണ്ടി കൊണ്ട് നമ്മള് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നുണ്ടല്ലോ, അവര് പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ പുറത്ത്, ഈ സിനിമ കാണാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സിനിമ പോയി കണ്ടു. സിനിമ വളരെ മോശം സിനിമയാണ്, ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. പക്ഷെ ഈ സിനിമ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നണില്ല. ആ ഒരു ട്രെയിലറിലെ മേക്കപ്പ് തന്നെ പാളി പോയപ്പോ തന്നെ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ്. അല്ല, പിന്നെ അതെ പിന്നെ ഇന്ത്യൻ സിനിമ എനിക്ക് പേഴ്സണലി വലിയ വർക്കൊന്നും ആവാത്ത സിനിമയാണ്. എനിക്ക് അന്നേ ഈ മേക്കപ്പിന്റെ പ്രശ്നം, ഇങ്ങനത്തെ ഒരു പരിപാടി, ഒരു സുഖം പരിപാടി തോന്നിയിരുന്നില്ല. പിന്നെ പാട്ട് റഹ്മാൻ പോയപ്പോ ആ സിനിമ ആ വഴിക്ക് പോയി. റഹ്മാന്റെ മ്യൂസിക് ഇപ്പൊ അത്, പിന്നെ മായാ മച്ചീന്ദ്ര കപ്പലേറിപ്പോയാച്ച്, പിന്നെ ടെലിഫോൺ മണിപ്പോൾ സിരിപ്പത് വേള, പച്ചക്കിളികൾ തോളോട്, ഇതെന്തിട്ടത്. അത്രയും പാട്ടുകൾ, അത്രയും ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകളിൽ നിന്ന് താത്താവരാരെ ട്രെൻഡാണ് ഈ കാലഘട്ടം. 7 മണിക്ക് വരാറ് അതെന്നെ വരുന്നതോ. അത് പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞു, അതിന്റെ പരിപാടി കഴിഞ്ഞു. അത് ഇനി നമുക്ക് കേൾക്കാൻ തന്നെ തോന്നണമെന്നില്ലാത്ത പാട്ടുകളൊക്കെ. കംബാക്ക് ഇന്ത്യൻ ആണെങ്കിലും ഒരു രസമുണ്ട്, ഒരു പുകയുണ്ട് എന്നല്ലാതെ പരിപാടി ഒന്നും വർക്കൗട്ട് ആവാത്ത പോലെ തോന്നി. അപ്പൊ തിയേറ്ററിൽ കാണേണ്ടവർക്ക് പോയി കാണാം. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞങ്ങൾക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് ഞങ്ങള് തുറന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നെങ്കിൽ റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും അടുത്ത ഒരു റിവ്യൂ ആയി വരുന്നത് വരെ ബൈ. എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.